പുലർച്ചെ 2:30 ഈ തമ്മനത്തെ കൂത്താമ്പാടിയിലുള്ള ഏകദേശം 1,35,00,000 ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ജലസംഭരണി തകർന്നത്. ആ ദൃശ്യങ്ങളാണ് ഈ ഒരു ഭാഗം, അത് അവിടെ നിന്നും അടർന്ന് മാറുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഭാഗം തന്നെ മറ്റൊരു വശത്തേക്ക് പോയതോടുകൂടി ഇതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇരച്ച് അടുത്തുള്ള വീടുകളിലേക്ക് മുഴുവൻ കയറുകയായിരുന്നു. പ്രളയ സമാനമായ സാഹചര്യത്തിലൂടെയാണ് ആ നിമിഷത്തിൽ ഇവിടുത്തെ ആളുകളൊക്കെ കടന്നുപോയത്. കാരണം ഇവിടുത്തെ റോഡ് തകർന്നിട്ടുണ്ട്, വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്, വീടിന്റെ അകത്തേക്ക് വെള്ളം കയറി അവിടുത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പലരും ആ വെള്ളം വീടിന്റെ അകത്ത് നിന്ന് മാറ്റുകയും അത് വൃത്തിയാക്കുകയും ചെയ്യുന്ന ജോലികളിലേക്ക് അടക്കം കടന്നിരിക്കുകയാണ്. അവർ പലരും ഫോൺ വിളിച്ച്, അതായത് ആദ്യത്തെ വീട്ടിലേക്ക് വെള്ളം കയറി നിറഞ്ഞപ്പോൾ അവർ മറ്റുള്ളവരെ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴേക്കും റൂമിനകത്ത് വരെ മുട്ടറ്റം വെള്ളം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പലർക്കും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 2:30 ആണ് ഈ വെള്ളം മുഴുവനായും പോയത്. ഇപ്പോഴും അതിന്റെ ഒരു നാശനഷ്ടത്തിന്റെ കണക്ക് പോലും നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്ര വലിയൊരു നാശമുണ്ടായിരിക്കുന്നു. ഇതൊരു പ്രാഥമികമായി മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു കാലപ്പഴക്കമാണ് ഇതിങ്ങനെ തകരാൻ കാരണം എന്നുള്ളതാണ്. ഒരു പാളി മറ്റൊരു വശത്തേക്ക് നീങ്ങിപ്പോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. എത്രത്തോളം ഇതിന്റെ ഒരു അറ്റകുറ്റപ്പണികളൊക്കെ നടന്നിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നാട്ടുകാർ പല പരാതികളും ഇതിനോടകം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തകർന്നോടുകൂടി തന്നെ ഈ പ്രദേശത്തേക്കാകെയുള്ള ഒരു ജലവിതരണത്തെ വലിയ രീതിയിലുള്ള ബാധിക്കും എന്നുള്ളത് കൂടിയാണ്. ഉമാ തോമസ് MLA ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. MLA, ഏതൊക്കെ പ്രദേശങ്ങളെ ഇപ്പോൾ ഇത് ബാധിക്കും എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? മന്ത്രിയെ വിളിച്ചിരുന്നോ? മിനിസ്റ്ററെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റർ വിവരം അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചീഫ് എഞ്ചിനീയറോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സമീപ പ്രദേശത്തുള്ള പമ്പിങ് ഇത്തിരി കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റേ ടാങ്കിലേക്ക് ഇത്തിരി കൂടി കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമോ എന്ന്. കപ്പാസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ എന്നും നമ്മൾ ജലക്ഷാമമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഇപ്പോൾ ഏറ്റവും മാക്സിമം ചെയ്ത് കാണും. അതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കുടിവെള്ള ക്ഷാമം ഇവിടെ രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പേട്ട ഭാഗത്തും അതുപോലെ തന്നെ പാലാരിവട്ടം, എളമക്കര, പച്ചാളം ഭാഗത്തും ഒക്കെയുള്ള പമ്പിങ് വലിയ പ്രശ്നം വരും. ഇത് ഓൾട്ടർനേറ്റ് മറ്റേ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണത്തിന് 68,000 കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. 68,000 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അത്രയും ഒഴുകിപ്പോയി. ഇവിടുത്തെ സമീപവാസികളുടെ ഒക്കെ വീടുകളിൽ രാത്രി 2:30 മണിക്ക് ആയതുകൊണ്ട് ഉറക്കത്തിലാണ് അവര് പെട്ടെന്ന് വലിയ ശബ്ദമൊക്കെ ആയിട്ട് ഒരു വീടിന്റെ മതിൽ വരെ തകർന്നു പോയിട്ടുണ്ട്.